ഹലോ മലയാളി മക്കളെ, വണക്കം. രാവിലെ തന്നെ ടാസ്കിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആണ്. അതായത് ഇന്നലെ നടന്ന ടാസ്കിനെ പറ്റി. അതായത് പവിത്രയാണ് ഇന്നലെ എല്ലാവരും കൂടെ കുറ്റം പറഞ്ഞെങ്കിൽ ഇന്ന് അരുണിനെയാണ് കുറ്റം പറയുന്നത്. ഇവർക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് വലിയതാക്കി അത് കാണിക്കുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്ക് അത് ജാക്ലിനെയും ഒക്കെ പറ്റിയാണ് റയാൻ പറയുന്നതാണ് സൗന്ദര്യയുടെ. അപ്പം അതേസമയം തന്നെ നമ്മുടെ മഞ്ജരിയും ജാക്ലിനും മുത്തുക്കുമ്പറും കൂടെ സംസാരിക്കേണ്ട വരെ വരെ അവൻ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം മഞ്ജരി പറയാണ് നേരത്തെ റയാനേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്ത് പറയാണ് അവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും പറയുന്നുണ്ട്. അത് ഓരോരുത്തരായിട്ട് എടുക്കുമ്പോൾ അവർക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഹലോ ടാസ്ക് തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നോക്കിയിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫോൺ എടുക്കണം, എന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അരുണ് ഓടിപ്പോകുന്നുണ്ട്. അതേപോലെ റയാനും പോകുന്നുണ്ട്. റയാൻ അതിന് തൊടുന്നുണ്ട് ഫോണിന്, പക്ഷെ അരുണാണ് കേട്ടോ എടുക്കുന്നത്. അതിന് ബേസിൽ അവിടെ വഴക്കുണ്ടാകുന്നുണ്ട് അരുണും റയാനും കൂടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ തൊട്ടെന്നുള്ള ഒരു ബേസിലാണ് മുത്തുക്കുമാർ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെല്ലാം കൂടെ അങ്ങനെ പറഞ്ഞു. ഇപ്പം അവൻ എടുത്തപ്പം ഉടനെ അത് മാറിയല്ലേ, നിങ്ങൾക്കൊരു നിയമം ഞങ്ങൾക്കൊരു നിയമം എന്നൊക്കെ. ഇതൊക്കെ വിജയ് സേതുപതി സാർ ചോദിക്കുമായിരിക്കും നാളത്തെ എപ്പിസോഡിനകത്ത്. അപ്പം അരുൺ ഫോൺ എടുക്കുകയാണെങ്കിൽ ജാക്ലിൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നാ ടാസ്ക് ആണെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ 2 ടബിൽ 2 കളറുള്ള റെഡും ബ്ലൂ ആയിട്ടുള്ള ബോൾസ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. അതായത് റെഡ് ഇടുന്നിടത്ത് ബ്ലൂ ബോൾസും ബ്ലൂ ഇടുന്നിടത്ത് റെഡ് ബോൾസും ഇടണം. ടൈം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇടുന്നുണ്ട് കേട്ടോ, കൃത്യസമയത്തിനുള്ളിൽ ഇടുന്നുണ്ട്. ഓടിച്ചാടി തുള്ളിച്ചാടി രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തെറ്റ് പറ്റുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ സെയിം തന്നെ റെഡ് ഇരുന്നിടത്ത് തന്നെയാണ് വീണ്ടും റെഡ് ജാക്ലിൻ ഇടുന്നത് കേട്ടോ. അതോടുകൂടി ടാസ്ക് അസാധുവായി പോവുകയാണ്. അതേപോലെ അരുണിന് ടാസ്ക് 0 പോയിൻ്റ് കിട്ടാണ്. ടാസ്കിൽ നിന്നും വെളിയിൽ പോകേണ്ടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറയുന്നു. ആ ടാസ്ക് അങ്ങനെ ഹലോ ടാസ്ക് അങ്ങനെ തീരുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് മൈക്ക് ഇട്ടിട്ടില്ല നമ്മുടെ ഹൗസ് മേറ്റ്സ്. അപ്പോഴത്തേക്ക് ഹൗസ് ഇൻചാർജ് അല്ലെ കിച്ചൺ ഇൻചാർജ് ഇത് അടുത്തിരിക്കുന്ന ആൾക്ക് നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രാണവനോടാണ് പണിഷ്മെൻറ്റ്, ഡാൻസ് കളിച്ചുകൊണ്ട് ഞാൻ ഇനി മയക്കിടാതിരിക്കുകയില്ല എന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ പോലും രാണവ് വഴക്കുണ്ടാക്കുകയാണ്, എനിക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ മുത്തുക്കുമാർ വന്നിട്ട് അത് ഓരോരുത്തരുടെ അടുക്കലും പോയി വേണം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. നീ മാത്രമേ ഒരാൾ ഇവിടെ കോമൺ ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം സൗന്ദര്യം പറഞ്ഞു, ഞാനല്ലേ ഇൻചാർജ്, ഞാൻ പറയുന്നത് കേക്ക്, മുത്തുക്കുമാർ ആരാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ടാസ്കിനെ പറ്റി വരികയാണ്. അതായത് നമ്മുടെ പവിത്ര, ജാക്ലിൻ, വിശാൽ, അരുൺ എന്നിവർ പങ്കെടുക്കാൻ പാടില്ല. ഒരു ക്ലോക്ക് ഉണ്ട് ഗാർഡൻ ഏരിയയിൽ. ആ ക്ലോക്കിൻ്റെ നമ്പേഴ്സിന് അവിടെ ഓരോരോ ഹോൾസും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ക്ലോക്കിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് നമ്മൾ ആ ബോൾസ് കൃത്യം നടുക്ക് വെച്ചിട്ട് ആ ഹോളിനകത്ത് ഇടുക. 12 എണ്ണവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടണം എന്ന് പറയുന്നത് ടോപ്പ് 6 ആണ് അതിലും പറയുന്നത്. റാണവും ദീപക്കും ഒന്നിച്ച് ചെയ്യണം. അതേപോലെ മുത്തുക്കുമാറും മഞ്ജരിയും റയാനും സൗന്ദര്യയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ഇതിൽ രാണവും ദീപക്കിനും എന്നത്തെ ദീപക്കാണ് ഫസ്റ്റ് ഇടുന്നത്. റാണവിന് 11 പോയിൻറ്റ്സും കിട്ടുന്നുണ്ട് കേട്ടോ. ആ ബോളിനനുസരിച്ച് ബസർ അടിച്ച് കഴിഞ്ഞിട്ട് എത്രയാണ് വിടുന്നത് ആ പോയിൻറ്റ്സും അവിടെ കിട്ടുന്നുണ്ട്. അതിന് രണ്ടാമത് മുത്തുക്കുമാർ മഞ്ജരിക്കകത്ത് മുത്തുക്കുമാറിനാണ് കിട്ടുന്നത് ഫുൾ ഇട്ടിട്ട് ടൈമിനുള്ളിൽ കളിച്ച് തീർക്കുന്നത്. അതുപോലെ മഞ്ജരി 11 ഇടുന്നുണ്ട്. പിന്നെ റയാനും സൗന്ദര്യക്കകത്ത് റയാനാണ് ഇടുന്നത്. സൗന്ദര്യ 10 ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു സാറ്റർഡേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഇതിലെന്തോ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റയാനും ഹൗസ് മേറ്റ്സും എല്ലാം കുറച്ച് പോയിൻറ്റ്സിനെ പറ്റി ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ഇത്ര ഫ്രണ്ടിലോട്ട് പോകും എന്നുള്ളൊരു ചർച്ച നടക്കുകയാണ് കേട്ടോ. അത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ ഒരു സ്പോൺസർ ടാസ്ക്കാണ് നണ്ടുവിൻ്റെ. അതായത് 4 പേര് അടങ്ങുന്ന 4 ഗ്രൂപ്പ് 2 പേര് അടങ്ങുന്നത്. അതിന് 2 പേര് പിന്നെ ജഡ്ജസ്. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, 4 കാറ്റഗറിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അരുണും മുത്തുക്കുമാറുള്ള ആ ഗ്രൂപ്പാണ് കേട്ടോ ജയിക്കുന്നത്. ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ജാക്ലിനും മഞ്ജരിയും കൂടെ ചർച്ച ചെയ്യുകയാണ്. അതായത് ഈ റയാൻ ഒത്തിരി
റയാൻ മുന്നിൽ വരണം എന്ന് അല്ല റിയാൻ മുന്നിൽ വരണമെന്ന് റയാൻ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുത്തുക്കുമാർ മുന്നിൽ വരണം എന്നുള്ളതല്ല എൻ്റെ ഒരു നോട്ടം. അതായത് ടേബിളിൽ ഏറ്റവും കൂടുതൽ ആദ്യം തൊട്ട് നിൽക്കുന്നത് റയാനാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവനെതിരെ കളിക്കാൻ നോക്കും. പക്ഷേ ഞാനായതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് എടുത്ത് അവൻ കളിക്കുന്നുണ്ട്. അതിനകത്ത് വിടുന്ന വാക്കുകൾ അത് ഓവറാവുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച അവൻ പോവുകയാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ആർക്കാണ്ട് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് മഞ്ജരിയും ജാക്ലിനും കൂടെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ. എല്ലാവരും ടാസ്കിനെ ബേസിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതാണല്ലോ. നമുക്ക് ഒബീസിൽ എനിക്ക് തോന്നുന്നു റയാൻ തന്നെയായിരിക്കും ജയിക്കുന്നത് ഉള്ളത് വെച്ച്. ഇനി ഈ ആഴ്ച വല്ല ഔട്ടായി പോവുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകാമല്ലോ ടിക്കറ്റ് ഫിനാലെ. അത് മേ ബി സൗന്ദര്യയ്ക്കായിരിക്കാം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടു നോക്കാം ആരാണ് വെളിയിൽ പോകുന്നത് കേട്ടോ.